അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ ഖുർആൻ പഠിക്കാൻ വന്ന ഇൽമിന്റെ മജ്ലിസിലെ സഹോദരിമാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ അഊദു ബില്ലാഹി എന്ന 2 പദം ആണ് നമ്മൾ പഠിച്ചത്. അതിന്റെ ഒരു രത്ന ചുരുക്കം വീണ്ടും ആവർത്തിക്കുന്നു. ഹംസ തൊണ്ടയുടെ താഴെ അറ്റത്ത് നിന്ന് വായയിൽ നിന്നുള്ള ഫത്ഹ ആയതുകൊണ്ട് വായ തുറന്നു വെച്ച അവസ്ഥ, അക്ഷരത്തെ ചെരിക്കരുത്. എ എന്നോ വായ നിറച്ച് മലയാളത്തിലെ ആ എന്ന പോലെ ആ എന്നോ പറയരുത്. ലൈറ്റാക്കി താഴ്ത്തി തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് വെറും 2 കൗണ്ടേ നീട്ടാൻ പാടുള്ളൂ. 3 അതിനപ്പുറമോ ആയാൽ മദ്ദിന്റെ ശാഖ മാറും, തെറ്റാണ്. എന്ന വാവ് മദ് 2 വിരലുകൾ ഉയർത്തുന്ന ദൈർഘ്യത്തില് നീട്ടുക. തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് ബൊമ്മായതുകൊണ്ട് തന്നെ ചുണ്ട് മുമ്പോട്ട് റൗണ്ടാക്കി കൂർപ്പിച്ച് പിടിച്ചിട്ടാണ് നമ്മൾ ഖിറാഅത്ത് ചെയ്യുന്നത്, നമ്മൾ ഉച്ചരിക്കുന്നത്. ഏതക്ഷരത്തിനും അറബി ഭാഷയില് ഫത്ഹ വന്നാൽ വായ തുറന്നു വെച്ച അവസ്ഥയായിരിക്കണം. കെസ്ർ വന്നാൽ താഴെ ചുണ്ട് ഫ്ലാറ്റായ അവസ്ഥയായിരിക്കണം. ദൊമ്മ് വന്നാൽ ചുണ്ട് മുമ്പോട്ട് കൂർപ്പിച്ച് പിടിച്ച അവസ്ഥയായിരിക്കണം. ഫത്ഹ ആവുമ്പോൾ ശബ്ദം മുകളിലോട്ട് സഞ്ചരിക്കുന്നു, കെസർ ആവുമ്പോൾ താഴോട്ട് സഞ്ചരിക്കുന്നു, ദൊമ്മാവുമ്പോൾ മുമ്പോട്ട് സഞ്ചരിക്കുന്നു. അഊദു ദാലിനെ കുറിച്ച് പറഞ്ഞു. ദാല് നാവിന്റെ തുഞ്ചം മേലത്തെ മുൻപല്ലിന്റെ താഴെ തെല്ലിനെ തട്ടിക്കുന്ന രീതിയിൽ കൃത്യതയോട് കൂടി ഉച്ചരിക്കുക. മുൻപല്ലിന്റെ പിന്നിൽ തട്ടിയാൽ സ എന്നും മുൻപല്ലിന്റെ മുമ്പിലോട്ട് നാവ് പോയാൽ അയഞ്ഞ മട്ടിൽ ദ എന്നും ആകും. രണ്ടും തെറ്റാണ്. ഇവിടെ അഊദു എന്ന് പറയുമ്പോൾ ദൂനും ദൊമ്മായതുകൊണ്ട് ചുണ്ട് മുമ്പോട്ട് കുറിപ്പിച്ച് പിടിക്കുക. ദു എന്ന് പറയുമ്പോൾ കട്ടി കൊടുത്ത് സു എന്ന് പറയാൻ പാടില്ല, താഴ്ത്തി ഉച്ചരിക്കേണ്ട ഹർഫാകുന്നു. അഊദു ബില്ലാഹി, ബാഇനെ കിസ്റാണ്. ഖിറാഅത്ത് ചെയ്യുമ്പോൾ ബാഇന് സുക്കൂനാകപ്പെടാതെ ശ്രദ്ധിക്കുക. അഊദു എന്ന് പറയുന്ന ഹംസയ്ക്കും ബാഇനൊക്കെ സുക്കൂനാകാൻ പ്രവണതയുണ്ട്. ഉദാഹരണം അഊദു ബില്ലാഹി, ഇവിടെ ഞാൻ ഹംസയ്ക്കും ബാഇനൊക്കെ സുക്കൂനാണ് കൊടുത്തത്, തെറ്റാണ്. അപ്പോൾ കൃത്യമായി വായ തുറന്നു വെച്ച അവസ്ഥ. ബില്ലാഹി എന്ന് പറയുമ്പോൾ ബി, അതേപോലെ ഹി, കെട്ടിപ്പൂട്ട് ഹി, 2 ഹർഫുകൾക്കും താഴെ ചുണ്ട് ഫ്ലാറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. ബി, ഓക്കെ, ബി. കാറ്റ് വന്നിട്ട് ബി പോലെ കട്ടിയൊന്നും കൊടുക്കരുത്, താഴ്ത്തി ഉച്ചരിക്കുക. ബി ഹി, ഹി കെട്ടിപ്പൂട്ട് ഹ. നേരത്തെ പറഞ്ഞ ഹൽക്കിന്റെ തൊണ്ടക്ഷരമാണ്. തൊണ്ടയുടെ താഴെ അറ്റത്ത് നിന്ന് ഹംസ് പറയുന്ന അതേ മഖ്റജ് തന്നെയാണ് കെട്ടിപ്പൂട്ട് ഹിനും. തൊണ്ടയുടെ താഴെ അറ്റത്ത് നിന്ന് ബില്ലാഹി, ഹി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, താഴെ ചുണ്ട് ഫ്ലാറ്റ് ആയിരിക്കണം. കെസറായതുകൊണ്ടും തൊണ്ടയുടെ താഴെ അറ്റത്ത് നിന്നുള്ള അക്ഷരമായതുകൊണ്ടും അതിന്റെ എഫക്റ്റ് നെഞ്ചത്തോട്ട് താഴോട്ടാണ് പോവുക. വായയിൽ നിന്ന് ബില്ലാഹി അല്ലെങ്കിൽ തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് ഹ പറയുന്ന പോലെ ബില്ലാഹി എന്നൊന്നും ആരും പറയരുത്. ബില്ലാഹി, അഊദു ബില്ലാഹി. ഇൻഷാ അല്ലാഹ് മിനശ് ശൈത്വാനിർ റജീം എന്നിവയിലേക്ക് കടക്കാം. മീന, മീന താഴ്ത്തി പറയേണ്ട അക്ഷരാണ്, നന്നാക്കണം കരുതി അറിയാതെ മീന അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ന്യൂനിന് ചിലപ്പോൾ ഒരു പ്രവണത കാണാറുണ്ട്. ന എന്നുള്ള ഹർഫ് താഴ്ത്തി പറയുന്നത് മലയാളത്തിലെ ന എന്ന പോലെ മിഞ്ഞ, 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 അതൊക്കെ തെറ്റാണ്. മീന, സിമ്പിൾ ആൻഡ് ലൈറ്റ് ആയിട്ട് മീന, മീന, മീന. പിന്നെ ഷ നമ്മൾ ഷദ് കൊടുത്തിട്ട് തഫഷന്റെ ക്വാളിറ്റിയും വരുന്നുണ്ട്, സ്പ്രെഡ് ചെയ്ത് പറയണം. ഷ, ഷ, ഷ. അപ്പൊ പലപ്പോഴും ഷ നന്നാക്കാൻ വേണ്ടി സഹോദരിമാര് മീനയുടെ നൂനിനെ ചെരിക്കാറുണ്ട്. മീനശൈ, കണ്ടോ, നേന്നായി, തെറ്റാണ്. ന ഫത്ഹാണ്, വായ തുറന്നു വെച്ച അവസ്ഥ, ചെരിക്കരുത്. മീനശൈ, മീനശൈ. യാ മയപ്പെട്ട ഹർഫാണ്, സുക്കൂന് വരുന്നുണ്ട്, പകുതി സുക്കൂനാക്കുക. മീനശൈ. ത്വാനി, ത്വാ എന്ന ഹർഫ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നമ്മുടെ മജ്ലിസിൽ വന്ന വിദ്യാർത്ഥികളുണ്ട്. ഒരുപാട് പേർക്ക് അൽഹംദുലില്ലാ ആ അക്ഷരം ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇനി ക്ലിയർ ആക്കാൻ ബാക്കിയുള്ളവര് ഈ അവസരം പരിപൂർണമായും വിനിയോഗപ്പെടുത്തി നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിച്ച് വളരെ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് ഉച്ചരിക്കുക, കൃത്യതയോടുകൂടി ഉച്ചരിക്കുക.
ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ത്വ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ? ഒന്ന്, ചുണ്ട് ഉപയോഗിക്കാൻ പാടില്ല. ഒരു കണ്ണാടി ഇപ്പൊ നമ്മൾ പേഴ്സിലൊക്കെ കീപ്പ് ചെയ്യൂലേ. നമ്മളിപ്പോ വീട്ടിൽ പബ്ലിക് കണ്ണാടിയിൽ പോയി പ്രാക്ടീസ് ചെയ്താൽ മറ്റുള്ളവർ കേൾക്കും. അപ്പൊ തുടക്കത്തിൽ ചെറിയ കളിയാക്കലുകളൊക്കെ ഉണ്ടാകും. അപ്പൊ പിന്നെ രണ്ടാമത്തെ ദിവസം നമ്മൾ നിർത്തിവെക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ചെറുതായിട്ട് തജ്വീദ് പഠിക്കാൻ ഒരു ചെറിയ കണ്ണാട സ്വയം കീപ്പ് ചെയ്യാം. അതിലേക്ക് നോക്കിയിട്ട് ചുണ്ട് അനക്കാതെ ത്വ എങ്ങനെ ഉച്ചരിക്കാൻ പറ്റും എന്നുള്ളത് ഒന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. അപ്പൊ തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിയത്തുണ്ട് എന്നുണ്ടെങ്കിൽ അള്ളാഹുന്റെ സഹായം അവിടെ ഉണ്ടാകും. നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടും. ചുണ്ട് ഉപയോഗിക്കാതെ നാവ് കൊണ്ട് ഉച്ചരിക്കേണ്ട ഹർഫാണ് ത്വ. ചുണ്ട് കൊണ്ട് ഉച്ചരിക്കേണ്ട ഹർഫാണ് ഫ, മീം, ബ, വാവ്, ഈ 4 അക്ഷരം. ഇതല്ലാത്ത കുറച്ച് അക്ഷരങ്ങളുണ്ട്, 18 എണ്ണമാണ്. ആ 18 അക്ഷരങ്ങളിൽ പെട്ട നാവിന്റെ അക്ഷരം, അതായത് 18 നാവ് കൊണ്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളിൽ പെട്ട ഒരക്ഷരമാണ് പ്ലോ. അപ്പോൾ ഒരിക്കലും ചുണ്ട് മുമ്പോട്ട് കൂർപ്പിക്കരുത്. ചുണ്ട് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും പ്ലോ പറയുമ്പോൾ എന്താ സംഭവിക്കുക? ചുണ്ട് മുമ്പോട്ട് കൂർപ്പിച്ചിട്ടാണ് പലരും ഉച്ചരിക്കുക. കൂർപ്പിക്കരുത്, നാവ് കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് പ്ലോ. ഇനി നമ്മൾ അങ്ങനെ ശ്രമിച്ചു നോക്കുമ്പോൾ നമുക്ക് താഴ്ത്തി ഉച്ചരിക്കാൻ കഴിയില്ല അല്ലെ? കാരണം ചുണ്ട് കൂർപ്പിക്കൽ എപ്പോഴാ? കാറ്റ് പുറത്തേക്കൊക്കെ പോയി നമ്മൾ താഴ്ത്തുമ്പോഴാണ് ആ അക്ഷരത്തിന്റെ കാറ്റ് നമ്മുടെ വായക്കകത്ത് തന്നെ ട്രാപ്പായി പോകും. അപ്പോൾ നമ്മൾ വായ നിറച്ചിട്ടാണ് ഉച്ചരിക്കുക. ഉയർത്തി വായ നിറച്ചിട്ടാണ് ഉച്ചരിക്കുക. ചുണ്ട് ഉപയോഗിക്കാതെ ഉയർത്തി വായ നിറച്ചിട്ട് കാറ്റ് പുറത്തേക്ക് പോകാതെയാണ് ഉച്ചരിക്കുക. കാറ്റ് പുറത്തേക്ക് പോകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങളുടെ കൈ വെച്ചിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. കൈ വായയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വായ നിറച്ച് കാറ്റ് പുറത്തേക്ക് പോകാതെ ചുണ്ട് കൂർപ്പിക്കാതെ ഉച്ചരിക്കാനാണ് ആദ്യം നമ്മൾ പ്ലോ എന്ന ഹർഫിനെ കൊണ്ട് ശ്രമിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് പ്ലോ, പ്ലീ, പൂ, അപ്പ് ശ്രമിക്കാം. അതൊന്ന് ലെവലായി വരുമ്പോൾ നാവ് വെക്കേണ്ട പൊസിഷൻ ഒന്ന് ശ്രദ്ധിക്കുക. നാവിന്റെ മുകൾ ഭാഗം പൊങ്ങിക്കിടക്കും. നാവിന്റെ നടുഭാഗം ചെറുതായിട്ടൊന്ന് കുഴിഞ്ഞിരിക്കും. അവിടെയാണ് കാറ്റ് ട്രാപ്പ് ആവുക. വീണ്ടും അറ്റഭാഗം പൊങ്ങിക്കിടക്കും, ഉയർന്നെടുക്കും. അപ്പോൾ ഈ ഏകദേശം ഒരു യു ഷേപ്പ് എന്നൊക്കെ പറയാം. ഈ അവസ്ഥയിലാണ് നമ്മൾ ത്വ ഉച്ചരിക്കേണ്ടത്. ഈ രണ്ടാമത്തെ സ്റ്റെപ്പും കൂടെ ശ്രദ്ധിച്ച് ഉച്ചരിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് ആദ്യം തന്നെ ശ്രദ്ധിക്കരുത്. ആദ്യത്തെ സ്റ്റെപ്പ് ആദ്യം ശ്രദ്ധിക്കുക. അത് ക്ലിയർ ആയതിനു ശേഷം ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. ത്വ, ത്വീ, ഊ, അപ്പ്. വായ നിറച്ചുച്ചരിക്കുക. ഓക്കെ, ഉയർത്തി ഉച്ചരിക്കേണ്ട ഹർഫാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ശരിയാകാത്ത സഹോദരിമാർക്ക് പെട്ടെന്ന് തന്നെ ശരിയാകാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ശരി, ത്വ അവിടെയും 2 കൗണ്ട്, 2 വിരലുകൾ ഉയർത്തുന്ന ദൈർഘ്യത്തിലാണ് നീട്ടേണ്ടത്. നന്നാക്കണം കരുതി ഒരുപാട് നീട്ടരുത്. പിന്നെ ത്വ ഉയർത്തി ഉച്ചരിക്കുന്നത് കൊണ്ട് തന്നെ ശേഷമുള്ള ഹർഫായ നൂന്, നീ എന്നുള്ളത് നമ്മൾ കട്ടി കൊടുത്തിട്ട് ഉച്ചരിക്കും. തെറ്റാണ്. ത്വ ഉയർത്തും, പക്ഷെ നീ എന്ന ഹർഫ് താഴ്ത്തും, ലൈറ്റാക്കും. ഓക്കെ, കെസർ ആയതുകൊണ്ട് തന്നെ താഴെ ചുണ്ട് പരന്നിരിക്കണം. ഇല്ലെങ്കിൽ സുക്കൂനായി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം കണ്ടോ, നീന്നാ വന്നത്. തെറ്റാണ്. നീ താഴെ ചുണ്ട് ഫ്ലാറ്റ് ആയിരിക്കണം. ഇനി താഴെ ചുണ്ട് ഫ്ലാറ്റ് ആക്കുമ്പോൾ പലപ്പോഴും അറിയാതെ സഹോദരിമാര് കട്ടി കൊടുക്കുന്നുണ്ട് ഷെഡ് പോലെ. അതും തെറ്റാണ്. ലൈറ്റ് ആയിട്ട് തന്നെ താഴെ ചുണ്ട് ഫ്ലാറ്റ് ആക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി, നീ റോ. ഇനി ഉയർത്തണം അല്ലെ? ആ ഒരു വേരിയേഷൻ അവിടെ കാണപ്പെടണം. ഇനി ഉയർത്തിയിട്ട് ഏത് ഹർഫ ഉച്ചരിക്കേണ്ടത്? റോ. നേരത്തെ ത്വഇനെ കൊണ്ട് പറഞ്ഞ അതേപോലെ തന്നെ ചുണ്ട് ഉപയോഗിക്കരുത്, ചുണ്ട് കൂർപ്പിക്കരുത്. നാവ് കൊണ്ട് ഉച്ചരിക്കുക. നാവ് കൊണ്ട് വായ നിറച്ച് കാറ്റ് പുറത്തോട്ട് പോകാത്ത രീതിയിൽ വായ നിറച്ചിട്ട് റോ, ജി. റോ ഇനി കെസർ വരുമ്പോ നമ്മൾ റീ എന്ന് പറയില്ല, ജി എന്നാ പറയാ. ലൈറ്റ് ആക്കും കേട്ടോ. റോ ഇന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, റോ. പിന്നെ റോ ഇന് സുക്കൂനും റോയിന്റെ തൊട്ട് മുമ്പുള്ള ഹർഫിന് കെസറും വന്നാല് അപ്പോഴും നമ്മൾ റോ ഇനെ ലൈറ്റ് ആക്കും. ഉദാഹരണം ഫസ്ബിർ, സൂറ നസ്ർ, അതില് വസ്തഗ്ഫിർ എന്നൊരു വാക്കുണ്ട് അല്ലെ, ഫിർ.
അങ്ങനെ റോയിന് സുക്കൂനും തൊട്ട് മുമ്പുള്ള ഹർഫിനും കെസർ വന്നാൽ റോയിനെ ലൈറ്റാക്കി ഉച്ചരിക്കും. എന്നാണ് ഉച്ചരിക്കുക, എന്ന് ഉച്ചരിക്കരുത്. അപ്പോൾ ഇത് മനസ്സിലാക്കുക സഹോദരിമാരെ. റോ ഇവിടെ റോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അവസാനത്തെ പദം അഊദു പഠിച്ചു, ബില്ലാഹി പഠിച്ചു, മിനശ് ശൈത്വാനി പഠിച്ചു. ഇനി അഞ്ചാമത്തെ പദം റജീം. ഓക്കെ, റോ ഉയർത്തി ഉച്ചരിക്കുക. ഇപ്പോ മലയാളത്തിൽ നമ്മൾ റാ എന്ന് പറയില്ലേ, റാ. ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളിപ്പോ ഇംഗ്ലീഷില് പൂച്ചക്ക് ക്യാറ്റ് എന്ന് പറയും. നമ്മൾ ലൈറ്റ് ആക്കി ഈസി വേ ഗോല പറയുന്നത് ക്യാറ്റ്. അത് പെട്ടെന്ന് ഒരാൾ ഉയർത്തി ഉച്ചരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഉച്ചരിക്കുക കോട്ട്. അതേപോലെ റാ എന്ന അക്ഷരം നമ്മൾ അറബിയിൽ ഉയർത്തി ഉച്ചരിക്കുമ്പോൾ റോ എന്നായി മാറുകയാണ്. അല്ലാതെ മനഃപൂർവ്വം ചുണ്ട് കൂർപ്പിച്ചിട്ടല്ല റോ പറയേണ്ടത്. കാരണം ഒകാരത്തിൽ ഒരു അക്ഷരം അറബിയിലില്ല എന്ന് പ്രത്യേകം എൻ്റെ സഹോദരിമാര് മനസ്സിലാക്കുക. പിന്നെ റജീം എന്നാരും പറയരുത്. ഉയർത്തി പിടിക്കാതാവുമ്പോഴാണ് റജീം എന്നാവുക. ഉയർത്തി പിടിച്ച റോജീം. എന്നാ ചുണ്ട് കുടിപ്പിച്ചാലോ റോജീം. കണ്ടോ, കറക്റ്റ് ഒകാരത്ത് പോയി. അതും തെറ്റാണ്. വായ നറക്കണം, ചുണ്ട് കൂർപ്പിക്കരുത്. റോജീം. ഓക്കെ, റോജീം. പിന്നെ മറ്റൊരു മിസ്റ്റേക്ക് വെച്ചാല് വായും റോയും പറയുമ്പോൾ ചുണ്ട് ഉപയോഗിച്ചാൽ വരുന്നൊരു മിസ്റ്റേക്കാണ്. അതിൽ വാവ് കയറി വരും. ഷെയ്ത്വാനി, തുവാനി. അതേപോലെ റുവാജീം, റുവാഹീം ഒക്കെ തെറ്റാ. റുവാ, തുവാ. ഇനി സ്വാദാണെങ്കിൽ സ്വീകരിക്കാന്ന് പറയണ മാതിരി സിറാത്തക്ക്, സ്വിറാത്ത ഒക്കെ തെറ്റാ. അപ്പൊ വായ നിറച്ച് ചുണ്ട് ഉപയോഗിക്കാതെ കൃത്യതയോട് കൂടി എല്ലാവരും പരിശ്രമിക്കുക. പരിശ്രമത്തിലാണ് കാര്യം. പരിശ്രമിക്കാതെ നമ്മൾ ഖിറാഅത്ത് ചെയ്തിട്ട് കാര്യമില്ല. പരിശ്രമിക്കുക. റിസൾട്ട് അള്ളാന്റെ ഭാഗത്തുനിന്ന് കിട്ടും. കിട്ടുണ്ടോ ഇല്ലയെന്ന് നമ്മൾ നോക്കി അടക്കണ്ട. അത് അള്ളാഹ് ആ സമയമാകുമ്പോൾ നമ്മളെ ഖദറിൽ നിശ്ചയിച്ച ആ സമയത്ത് അള്ളാഹ് നമുക്ക് എത്തിച്ചു തരും. ഇൻഷാ അള്ളാഹ് അത് എളുപ്പമാക്കി തരട്ടെ. ദുആ ചെയ്യാം. ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടത് എന്താ? ഖുർആനിന്റെ വിദ്യാർത്ഥിക്ക് വേണ്ടത് എന്താ? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിയ്യത്ത്, ആത്മാർത്ഥമായ പരിശ്രമം, ദുആ, റിസൾട്ട് അള്ളാന്റെ ഭാഗത്തുനിന്ന്. ഇത് മൂന്നും കൈകോർത്തിണങ്ങിയാലേ നിങ്ങളൊരു ആകുന്നുള്ളൂ. അപ്പൊ റോ റോ നല്ല ഭംഗിയിൽ ഉച്ചരിക്കുക. ശേഷം ജീമാണ്. റോ നന്നാക്കി ഉച്ചരിച്ചതിന് ശേഷം നേരത്തെ നൂനിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ജീമിന് കട്ടി കൊടുക്കരുത്. ജീം, ജീമ് താഴ്ത്തുക. മറ്റൊരു കാര്യം, ജീം ഉച്ചരിക്കുമ്പോൾ പലപ്പോഴും സഹോദരിമാര് കാറ്റ് വന്നിട്ട് ജ എന്നുള്ള ഹർഫ് ച പോലെയാകും. ഉദാഹരണം റജീം, തെറ്റാണ്. നാവിന്റെ മദ്യം മേലെ അണ്ണാക്കിലോട്ട് വെച്ചിട്ട് കാറ്റില്ലാതെ ജ, ജി, ജു, അജു എന്ന് ഉച്ചരിക്കുന്ന എന്ന രീതിയിൽ ഉച്ചരിക്കേണ്ട ഹർഫാണ് ജീം. അപ്പൊ റജീം. പിന്നെ മീമിന് സുക്കൂന് കൊടുത്ത് അവസാനിപ്പിക്കുമ്പോൾ ഹൈഷുമിന്റെ അക്ഷരമായിട്ടാണ് വരുന്നത്. മീമിനും നൂനും സുക്കൂന് കൊടുത്ത് അവസാനിപ്പിക്കുമ്പോൾ ഹൈഷുമിന്റെ അക്ഷരമാണ്. തരി മൂക്കിൽ നിന്ന് അവസാനിപ്പിക്കുക. മൂക്കിന്റെ ഇവിടെ ഒരു വൈബ്രേഷൻ വരും. വായയിൽ നിന്ന് അവസാനിപ്പിച്ച് എങ്ങനെ ഉണ്ടാവും? റജീം. കണ്ടോ? ഓക്കെ. ഇനി നമ്മൾ അവസാനത്തെ ഹർഫിനെ സുക്കൂന് കൊടുക്കുന്നു. തൊട്ടു മുമ്പ് മദ്യായ ഏതെങ്കിലും ഒരു ഹർഫ് വരുന്നു. ഏതാ മദ്യന്റെ അക്ഷരങ്ങള്? അലിഫ്, വാവ്, യ. ഇതിലേതെങ്കിലും ഒരു അക്ഷരം വരുന്നു. ഇപ്പൊ സപ്പോസ് അലിഫാണ് വന്നത്. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് കൊടുക്കുന്നു. തൊട്ടു മുമ്പത്തെ ഹർഫ് അലിഫാണ്. മദ്യന്റെ അക്ഷരം അലിഫ് വന്നു. അതിന്റെ തൊട്ടു മുമ്പുള്ള ഹർഫ് അതിന് ഹറക്കത്തായിട്ട് ഫത്ഹ് വന്നു. അങ്ങനെ ആവുമ്പോ അവിടെ ഒരു നിയമമുണ്ട്, മദ് ആരിദുൽ സുക്കൂൻ. മദ് ആരിദ് എന്നാണ് അതിന് പറയാം. മറ്റൊരു കണ്ടീഷൻ എന്താന്ന് വെച്ചാല് അവസാനത്തെ ഹർഫിനെ നമ്മൾ സുക്കൂന് കൊടുത്ത് അവസാനിപ്പിക്കുന്നു. അതിന്റെ തൊട്ടു മുമ്പുള്ള ഹർഫ് അലിഫിന് പകരം മറ്റൊരു അക്ഷരം, മദ്യന്റെ അക്ഷരം യാ വരുന്നു. അതിന്റെ തൊട്ടു മുമ്പുള്ള അക്ഷരം അതിന് ഹറക്കത്തായിട്ട് കെസർ വരുന്നു. ഉദാഹരണത്തിന് റജീം. മീമിന് സുക്കൂന് കൊടുക്കുന്നു, തൊട്ടു മുമ്പ് യാ വരുന്നു, അതിന്റെ തൊട്ടു മുമ്പുള്ള ഹർഫിന് കെസർ വരുന്നു. ഇങ്ങനെയാണെങ്കിലും ഇവിടെ മദ് ആരിദ് ലിസുക്കൂൻ. ഇനി മറ്റൊരു കണ്ടീഷൻ, അവസാനത്തെ ഹർഫിന് സുക്കൂന് കൊടുക്കുന്നു, അതിന്റെ തൊട്ടു മുമ്പുള്ള ഹർഫ് മദ്ദിന്റെ അക്ഷരങ്ങളിൽപ്പെട്ട വാവ് വരുന്നു. അതായത് അലിഫ്, വാവ്, യാ, ഇതിലേതെങ്കിലും ഒന്ന് വരും. ഇവിടെ വാവ് വരുന്നു, അതിന്റെ തൊട്ടു മുമ്പുള്ള ഹർഫിന് ദമ്മ വരുന്നു. ഇങ്ങനെയാണെങ്കിലും മദ് ആരിദ് ലിസുക്കൂൻ. ഇനി എങ്ങനെയാണ് മദ് ആരിദ് ലിസുക്കൂൻ അപ്ലൈ ചെയ്യേണ്ടത്? ഈ കണ്ടീഷൻ ഒത്തു വന്നാൽ നമുക്ക് 2 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6 കൗണ്ട്, 2, 4, 6 ഇത്രയും ദൈർഘ്യത്തില് വിരലുകൾ ഉയർത്തുന്ന രീതിയിൽ. ഇപ്പൊ 2 കൗണ്ട് ആണെങ്കിൽ 2 കൗണ്ട് റജീം, 4 കൗണ്ട് ആണെങ്കിൽ 4 കൗണ്ട് റജീം.
6 കൗണ്ട് ആണെങ്കിൽ 6 കൗണ്ട്, ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് അവിടെ അപ്ലൈ ചെയ്യാം. ഇപ്പൊ ഞാന് ഒരു ഔദു ആവുമ്പോ സൂറത്തിന് ബാധകമാകുന്നില്ല, ഫാത്തിഹ ആവുമ്പോ സൂറത്തിന്റെ ഒന്നാമത്തെ ആയത്തായിട്ട് ബിസ്മി വരുന്നുണ്ട്. ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണോ അല്ലേ എന്നുള്ളത് തർക്ക വിഷയമാണ്. ചുരുക്കി പറഞ്ഞാല് ഒരു സൂറത്തില് മദ് ആരിദുൽ സുക്കൂനി നിങ്ങൾ ഒരു ആയത്തിന്റെ അവസാനത്ത് കണ്ടാല് ആ ആയത്തില് നിങ്ങൾ എത്ര കൗണ്ടാണോ കൊടുക്കുന്നത്, ഉദാഹരണം 2 കൗണ്ടാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ സൂറത്തിൽ ഉടനീളം ആ സൂറത്ത് അവസാനിക്കണ വരെ എല്ലാ മദ് ആരിദുൽ സുക്കൂനി വരുന്നിടത്തും 2 കൗണ്ടേ കൊടുക്കാൻ പാടുള്ളൂ. ഉദാഹരണം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, കണ്ടോ അവിടെ മീൻ എന്ന് പറയുമ്പോ അവസാനത്തെ ഹർഫിന് സുക്കൂന് കൊടുക്കുന്നു, തൊട്ട് മുമ്പ് യാ വരുന്നു, അതിന്റെ തൊട്ട് മുമ്പ് മീമിന് കെസർ വരുന്നു. അപ്പോ ഞാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇവിടെ 4 കൗണ്ടാ കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ എല്ലായിടത്തും 4 കൗണ്ട്, 2 ആണെങ്കിൽ എല്ലായിടത്തും 2 കൗണ്ട്, 6 ആണെങ്കിൽ എല്ലായിടത്തും 6 കൗണ്ട്. അത് നമ്മുടെ ചോയ്സ് ആണ്. ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക, അത് കംപ്ലീറ്റ്ലി ആവർത്തിക്കുക. അപ്പൊ ഔദു ഓതുമ്പോ ഉള്ള ആ തജ്വീദും മഖ്റജും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വോയിസ്. ഇത് നമ്മളിപ്പോ സ്പീഡില് നമ്മൾ ഔദു എന്ന് പറഞ്ഞാല് നമുക്ക് പലപ്പോഴും ദേഷ്യം വരുമ്പോ ചൊല്ലേണ്ടി വരും അല്ലെ, ദൈനംദിന ജീവിതത്തിലൊക്കെ നമ്മൾ ചെല്ലുന്നതാണ്. അപ്പോ എപ്പോഴും ചൊല്ലുമ്പോ അത് വൃത്തിക്ക് ചെല്ലാൻ ശ്രമിക്കുക. കാരണം നമ്മൾ അർത്ഥം ഉൾക്കൊണ്ടിട്ട് ഇപ്പൊ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മുടെ രക്ഷിതാവിനോട് ശരണം ചോദിക്കുകയാണ്. അപ്പൊ മനസ്സറിഞ്ഞ് കൃത്യതയോട് കൂടി ചൊല്ലാൻ എല്ലാവരും ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم.